യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നിന്നോട് പറയുന്നത് ചെയ്യുന്നതാണ്. ആ വചനം ഞാൻ കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇസ്രായേലാണ് വർക്ക് ചെയ്യുന്നത്. 11 വർഷമായിട്ട് ഇസ്രായേലിലാണ്. ഞാൻ എന്നും ഓൺലൈൻ ശുശ്രൂഷകൾ കൂടാറുണ്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇത്രയും കാലം ഈ കേരളത്തിൽ ജീവിച്ചിട്ട് ഇവിടെ വചനം കൂടാൻ സാധിച്ചില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വചന ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ മോന് BSc നഴ്സിംഗ് പഠിച്ച് പാസ്സായി പുറത്തു വന്നു. അവരുടെ ചെന്നൈയിലാണ് പഠിച്ചത്. അവർക്ക് പ്രത്യേകമായിട്ട് കുർബാനയിൽ പോകാനോ മറ്റ് സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രായത്തിൽ നിന്ന് പോകാനിരുന്നു. എന്നാലും മോനോട് ഞാൻ പറഞ്ഞു, മോനെ നമുക്കൊരു ധ്യാനത്തിന് പോകാം. അത് വേണോ അമ്മയ്ക്ക് 1.5 മാസത്തെ അവധിയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അത് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ, അത് കഴിഞ്ഞ് ധ്യാനത്തിനൊക്കെ പോകാം. ഈ മാസം സമയം വെറുതെ കളയരുതേ, ജീവിത പങ്കാളിയും പറഞ്ഞതിൻ്റെ സമയം വിലപ്പെട്ടതാണ്, 1.5 മാസം വരെ ഉള്ളൂ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ എന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും. എനിക്ക് നിങ്ങൾ വിശ്വാസത്തിൽ വാഴ്പ്പെടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെ ഒപ്പം വേണം. എനിക്ക് വേറെ എൻ്റെ മാതാപിതാക്കൾ ഈ അടുത്ത കാലമാണ് മരിച്ചുപോയത്. എനിക്കിനി വേറെ ബന്ധക്കാരാരുമില്ല. എൻ്റെ ബന്ധക്കാർ ഇവിടെ കോട്ടയിലാണുള്ളത്. എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, എന്നോട് സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തന്നെ തലേദിവസം വരെ അവർ 2 മൂഡ് ഔട്ടായിരുന്നു. എന്നാൽ അവർ ധ്യാനത്തിന് എൻ്റെ കൂടെ വരികയും എൻ്റെ സഹോദരിയും മകളും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മോനും ഒക്കെ എന്നോടൊപ്പം വന്ന് അവർ ധ്യാനിച്ചു. ഇന്നലെ കണ്ട വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ടത്തെ ശുശ്രൂഷയിൽ എൻ്റെ മോനും എൻ്റെ ജീവിത പങ്കാളിയും കരഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തോട് നന്നായിട്ട് അവർക്ക് കുമ്പസാരിക്കാൻ സാധിച്ചു. അവരഭിഷേകത്തിലാണ്, ഞാനും അതിൽ അഭിഷേകത്തിലാണ്. എനിക്ക് ഒത്തിരി മനസ്സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. ഇനിയെല്ലാം ബാക്കി ദൈവം നോക്കപ്പോഴും ദൈവത്തിൻ്റെ ദൈവാനുഭവം കിട്ടി, ഒരു ആന്തരിക സൗഖ്യം കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.